നമസ്കാരം. യൂറോപ്പ് മലയാളി ജേണലിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം. ജന്മനാടിനെ ഹൃദയത്തിലേറ്റി ലോകമെമ്പാടും പ്രയാണം ചെയ്യുന്ന പ്രവാസി മലയാളികളെ ചേർത്ത് പിടിക്കാനായി 2 വർഷത്തിലൊരിക്കൽ കേരള സർക്കാർ നടത്തുന്ന ഒരു കൂട്ടായ്മയാണ് ലോക കേരള സഭ. ഈ വർഷത്തെ ലോക കേരള സഭയിൽ പങ്കെടുക്കാനായി 103 രാജ്യങ്ങളിൽ നിന്നാണ് പ്രവാസി മലയാളികൾ എത്തിയിരിക്കുന്നത്. അതിൽ കുറച്ച് മലയാളികൾ അവരുടെ അനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. യൂറോപ്പ് മലയാളി ജേണലിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് ആദ്യമായിട്ട് തന്നെ നോർക്കയുടെ ഡയറക്ടറായ പ്രവാസി മലയാളികളുടെ തന്നെ ഒരു മുഖമായ ശ്രീ OV മുസ്തഫ നമുക്ക് അതിഥിയായി ലഭിച്ചിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. കുവൈറ്റിലെ ഈ പ്രശ്നം നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രവാസികളായ നമുക്കെല്ലാം വിഷമമുണ്ട്. ഈ നോർക്കയുടെ ഈ ലോക കേരള സഭയുടെ ആദ്യത്തെ ദിവസത്തെ ഫംഗ്ഷൻ മാറ്റിവെക്കുകയും ചെയ്തു. അങ്ങനെയാണല്ലോ നമ്മൾ തുടങ്ങിയത്. എന്നിരുന്നാലും എപ്പോഴും നമ്മൾ ഈ ലോക കേരള സഭയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാധ്യമങ്ങൾ പൊതുവെ, ഞാൻ ഉൾപ്പെടുന്ന എന്ന് പറയാം, മാധ്യമങ്ങൾ പൊതുവെ ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് മാത്രമേ പറഞ്ഞ് കേൾക്കാറുള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 65-70 രാജ്യങ്ങളിൽ നിന്നാണ് പ്രതിനിധികൾ പങ്കെടുത്തതെങ്കിൽ ഇന്ന് 103 രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ എന്ത് നെഗറ്റീവാണ് പറയാനുള്ളത്? ഞാൻ അതിലേക്ക് കിടക്കുന്ന ശിവകുമാർ, എന്തായാലും നമ്മളൊക്കെ വളരെ ഷോക്ക് ചെയ്ത ഒരു ട്രാജഡി കഴിഞ്ഞിട്ടാണല്ലോ നിൽക്കുന്നത്. അതെ. ഈ ട്രാജഡിയുടെ ആദ്യത്തെ ദിവസം തന്നെ അന്ന് രാത്രിയാണല്ലോ വിവരം വരുന്നത്. അതെ. അന്ന് നോർക്ക രാത്രി അന്ന് ഒരു 12 മണി വരെ പണിയെടുത്തത്. പക്ഷേ 9 മണിയാകുമ്പോഴേക്കും ഹെൽപ്പ് ഡെസ്ക് സെറ്റപ്പ് ചെയ്യാൻ കഴിഞ്ഞു. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ ലോക കേരള സഭയിൽ നിന്നുള്ള സ്ട്രെങ്ത്താണ്. പ്രവാസികളുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ലോക കേരള സഭ ഉണ്ടാക്കിയിട്ടുള്ള ഈ വിശാലമായിട്ടുള്ള നെറ്റ്വർക്ക്, ആ നെറ്റ്വർക്കാണ് ഞങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് കേരള സർക്കാരിന് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള അവസരം ഉണ്ടായത്. ഇന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം പിറ്റേന്ന് തന്നെ ഡെഡ് ബോഡി കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുകയും അതിനുവേണ്ടി എല്ലാ ഡിസ്ട്രിക്ട് കളക്ടേഴ്സിനെയും കേരള ഗവൺമെൻറ് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ കഴിയുന്നത് സർക്കാരിൻ്റെ പ്രവാസികളോടുള്ള വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടാണ്. അതാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് 100ലേക്ക് വന്നെന്ന് പറഞ്ഞ് 100 ഇനി ആളുകൾ വരേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇതിന് പരിമിതികളുണ്ട്. പല ആളുകളും അർഹതപ്പെട്ട പല ആളുകൾക്കും വരാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ഉണ്ട്. പക്ഷേ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ഇത്രയെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ഇത് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്ത തീരുമാനമായിരുന്നു. അത് നമ്മളതിൻ്റെ ഫലങ്ങൾ കണ്ടത് ഫ്ലഡിൻ്റെ സമയത്ത് കണ്ടു. അതിനുശേഷം കോവിഡ് വന്നപ്പം എല്ലാ സ്ഥലങ്ങളിലും ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടായി. ഇതൊക്കെ വന്നത് ലോക കേരള സഭ കൊണ്ടാണ്. തീർച്ചയായിട്ടും. അപ്പം ഇങ്ങനെ ഒരു സംവിധാനത്തെ ഇതിൻ്റെ ഒരു പോസിറ്റീവ്നെസ്സും കാണാതെ നിശ്ചിതമായി വിമർശിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവാസികൾക്ക് ഇത് എന്തുകൊണ്ടും പോസിറ്റീവ് ആണെന്ന് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മളെങ്കിലും ഇതിൻ്റെ പോസിറ്റീവ്നെസ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞില്ലെങ്കിൽ സത്യമാണ്. കാരണം എല്ലാം ഭംഗിയായോ എല്ലാം ചെയ്തൊന്നും ഇല്ല. പക്ഷേ ദിസ് ഈസ് വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലേ? നമ്മൾ സർക്കാരും നമ്മൾ ഡയസ്പൊറയെല്ലാം ഒന്നിച്ചുകൊണ്ട് നമ്മൾ ഒരു പുതിയ 8 കൊല്ലം മാത്രം പഴക്കമുള്ളൊരു കൊച്ചു കുഞ്ഞാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിലൊക്കെ പരിമിതികളുണ്ടാകാം, പിഴവുകളുണ്ടാകാം, കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാം. പക്ഷെ അതിൻ്റെ സ്പിരിറ്റിനെയും പ്രവാസികൾക്ക് അത് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മളത് കാണാതിരുന്നാൽ പിന്നെ വിമർശിക്കാൻ എന്തും വിമർശിക്കാറില്ലേ? അല്ലാതെ അത് അവർ പോലും യഥാർത്ഥ പ്രവാസിയാണെങ്കിൽ അവർക്കതിനെ അങ്ങനെ വിമർശിക്കാൻ കഴിയില്ല. അവർക്ക് ആക്ഷേപമുണ്ടാവും, എന്നെ ക്ഷണിച്ചില്ല, മറ്റേ ആളെ ക്ഷണിച്ചു. ഇതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന വിമർശനങ്ങളും ഉണ്ട് എന്ന് നമ്മൾ കാണാതിരുന്നുണ്ട്. ഓക്കെ. അല്ല, ഇതിനെല്ലാം രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? കാരണം ഇത് ഒരിക്കലും രാഷ്ട്രീയം ഒരു കാരണവശാലും ഉദ്ദേശിച്ചില്ല. ഒന്നാം ശിവകുമാർ ഉണ്ടോന്നല്ലോ, ഒന്നാം കേരള സഭയിൽ എല്ലാവരും പങ്കെടുത്തു. പിന്നീടാണ് ഇതിന് രാഷ്ട്രീയം വരുന്നത്. ഞാനതിൻ്റെ രാഷ്ട്രീയ വശത്തിലേക്ക് എൻ്റെ രാഷ്ട്രീയമുണ്ട്. പക്ഷെ ആ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ
കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ലോക കേരള സഭ അതല്ല. അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കുന്നപ്പോഴും രാഷ്ട്രീയം കൊണ്ട് എതിർക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ മാറ്റി നിർത്താൻ തയ്യാറില്ല. അവർക്കുള്ള പരാതി അവരിതിൽ ഉൾക്കൊള്ളണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അല്ല, ഞാൻ ഈ കഴിഞ്ഞ 2-3 തവണയും ഇതിൽ പങ്കെടുക്കുന്നതുകൊണ്ട് പറയുകയാണ്, നമുക്ക് ഒരു പ്രവാസികളുടെ ഒരു കൂട്ടായ്മ, പല പല സംഘടനകളുണ്ടെങ്കിലും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒന്നിനോടും ഒരു ചായവില്ലാത്ത രീതിയിൽ ഇത്രയും 103 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരികയും അവരിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രവർത്തന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത് വളരെ ഒരു ബൃഹത്തായ ഒരു അനുഭവമാണ്. അതുപോലെ തന്നെ ഇപ്പം ശ്രീകുമാരക്കാണ് ലണ്ടനിലുള്ള മറ്റേ റീജിയണൽ ഇത് നടത്തലിന് മുൻകൈ എടുത്ത അതെ എനിക്കറിയാം. അപ്പോ നമ്മളൊക്കെ ഒന്നിച്ചുണ്ടായിരുന്നല്ലോ. അപ്പോ ഇത് കാണുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോഴും കാണുന്നത് ഇത് 2 ദിവസവും 3 ദിവസവും പോരാ. ഈ ലോക കേരള സഭ ശരിക്ക് 7 ദിവസം വേണം. അത്രയും വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് തന്നെ വ്യത്യസ്ത ദിവസങ്ങളിൽ എല്ലാ 7 ദിവസവും എല്ലാ ഡെലിഗേറ്റ്സിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു ശ്രമം ഞാൻ എന്തായാലും ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ശ്രമം ഉണ്ടാവണം. കാരണം ഇത് ഓൺഗോയിങ് ആയിട്ടൊരു 7 വിഷയങ്ങൾ കുറച്ചും കൂടി, ഇല്ലെങ്കിൽ ഇത് സൂപ്പർഫ്ലൂസ് ആയിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് മാത്രമേ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ള സംശയമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു 5 ഫുൾ വർക്കിംഗ് ഡേയ്സ്, അതിൽ എല്ലാ ദിവസവും എല്ലാ LKS മെമ്പേഴ്സും വേണ്ടില്ല, പ്രധാനപ്പെട്ടതിന് വരിക, പിന്നെ അതിനുശേഷം വേണ്ടപ്പെട്ട ആളുകളാകത്ത് നിർത്തിക്കൊണ്ട് സബ്ജക്റ്റീവായിട്ട് തന്നെ അതിന് നീക്കാൻ കഴിയുന്നുള്ള ഒരു വിശ്വാസക്കാരനായാണ്. തീർച്ചയായിട്ടും ഞാൻ 40 വർഷത്തിൽ ഉപരിയായിട്ട് ഒരു പ്രവാസ ജീവിതം നയിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ പ്രവാസം തന്നെ അതിൻ്റെ സിസ്റ്റം തന്നെ മാറിയിരിക്കുകയാണ് ഇപ്പോൾ. സത്യമാണ് ഇല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചു ഓക്കെ പ്രവാസികൾ വരുന്നു, നമ്മളെ മക്കളൊന്നും തിരിച്ചു വരുന്നില്ല, അപ്പോൾ പ്രവാസം അവിടെ വെച്ച് തീരുന്നു എന്ന് വിചാരിക്കും. അതല്ല, യഥാർത്ഥത്തിൽ പ്രവാസം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ ആൾക്കാർ പോകുന്നു, പുതിയ ആൾക്കാർ വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, പുതിയ മേഖലകൾ വരുന്നു. ഇന്ന് പ്രവാസം നമ്മളിപ്പോൾ നോർക്ക അടക്കം രൂപീകരിക്കപ്പെട്ടത് വെസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റിനെ കണ്ടുകൊണ്ടാണ്. പക്ഷെ ഇന്നത്തെ പ്രവാസം അവിടുന്ന് മാറി. നമുക്കിപ്പം കേരളത്തിൽ നിന്ന് ധാരാളം വിദേശത്തേക്ക് പോകുന്ന പഠിക്കുന്ന കുട്ടികളുണ്ട്. അതിനുശേഷം ജർമ്മനിയിലായാലും UK-യിലായാലും അയർലൻഡിലായാലും മറ്റു രാജ്യങ്ങളിലായാലും തൊഴിലിന് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതാകെ ഇതിൻ്റെ ഒരു പ്രവാസത്തിൻ്റെ രൂപം തന്നെ മാറിക്കൊണ്ടിരിക്കുക. അതനുസരിച്ചിട്ട് നോർക്ക പോലും റീഅലൈൻ ചെയ്യേണ്ടതുണ്ടെന്ന് വിശ്വസിക്കുന്ന. അല്ല, ഞാൻ ഈ യൂറോപ്പിന്റെ പല രാജ്യങ്ങളും വളരെ ഫ്രീക്വന്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ അടുത്ത സമയത്ത് മാൾട്ടയിൽ പോയിരുന്നപ്പോൾ അവിടെ ഇത്രയും മലയാളികളുണ്ടെന്ന് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കാര്യം എവിടെ ചെന്നാലും മലയാളികളെന്നുള്ള ഒരു മോൾട്ടയിൽ തന്നെ ചെറിയ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട് അതെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പൊ നമുക്ക് ഒരു ടാക്സി വിളിച്ചാൽ വരുന്നത് മലയാളിയാണ്, അല്ലെങ്കിൽ ഒരു കോച്ച് ഓടിക്കുന്നത് നോക്കുമ്പോൾ മലയാളിയാണ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ മലയാളികളെ കാണാൻ കഴിഞ്ഞു. അത് മാത്രമല്ല, യൂറോപ്പ് എന്ന് പറയുന്നത് മുമ്പ് യൂറോപ്പിൽ ഇത്രയും മലയാളികളില്ലായിരുന്നു. ഇപ്പൊ അതല്ല അവസ്ഥ. അപ്പൊ അതുകൊണ്ട് തന്നെ നോർക്കയ്ക്കും കുറെ അഡ്ജസ്റ്റ്മെന്റുകൾ പല രാജ്യങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടി വരും. പിന്നെ ആ പ്രവാസവും ഈ മിഡിൽ ഈസ്റ്റിലുള്ള പ്രവാസവും വ്യത്യസ്തവും വളരെ വ്യത്യസ്തം, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു റീജിഗിങ് നോർക്കയ്ക്കും ആവശ്യമായിരിക്കും. അല്ല, യൂറോപ്പിന് വേണ്ടി പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിന് വേണ്ടി പ്രത്യേകിച്ചും ഉള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇപ്പൊ യൂറോപ്പിൽ പോയ ആൾക്കാർ മാക്സിമം അവിടെ പെർമനന്റ് ആയിട്ട് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർ. മിഡിൽ ഈസ്റ്റിൽ അതല്ല അവസ്ഥ. അപ്പൊ അവരെ പുനരധിവാസം ഇതെല്ലാം ഒരു പ്രത്യേക വിഷയങ്ങളാണ്. യൂറോപ്പിലുള്ളവർക്ക് അത് ഉണ്ടാവുന്നില്ല. മലയാളികൾ സമ്പന്നരായിട്ടുണ്ട്, വ്യവസായികളായിട്ടുണ്ട്. അവര് എംപ്ലോയീസിന് വെക്കുന്നത്, എല്ലാ എംപ്ലോയീസിന് വെക്കുന്നത് അതാത് രാജ്യങ്ങളിലെ കമ്പറ്റിറ്റീവ് റെമ്യൂണറേഷൻ കൊടുത്തുകൊണ്ടാണ്. അങ്ങനെ കമ്പറ്റിറ്റീവ് റെമ്യൂണറേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പണിക്കാളെ കിട്ടില്ല, പണിക്കാളെ കിട്ടില്ല, അപ്പൊ നമ്മൾ അങ്ങനെ ഇത് വീണ്ടും ഇതിനൊരു തരം വർഗ ഇതായിട്ട് കാണാതിരിക്കാൻ ശ്രമിക്കണം. അവിടെ സമ്പന്നരായി വന്നവരൊക്കെ ഇവിടുന്ന് കാശും കൊണ്ടുപോയി അവിടെ ഒന്നുമില്ല. എല്ലാം ഫസ്റ്റ് ജനറേഷൻ ബിസിനസ് മാൻ ആണ്. അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് എല്ലാവർക്കും ബിസിനസ്സുകാരാകാൻ കഴിയില്ല.
പിന്നെ ഉണ്ട് ആ എൻ്റർപ്രനേഴ്സ് എന്ന് പറയുന്നത് വളരെ ഒരു 5% ഉണ്ടാവുള്ളൂ അല്ലേ. നല്ല നല്ല ജോലി ചെയ്യുന്ന മലയാളികളുണ്ട്, പിന്നെ അതിൽ കുറഞ്ഞ ജോലി ചെയ്യുന്ന മലയാളികളുണ്ട്. നമ്മൾ കാണേണ്ട കഴിയുന്നത്രയും ഈ നല്ല ജോലിയുള്ള, നല്ല വരുമാനമുള്ള, നല്ല ശമ്പളമുള്ള ജോലികൾ കിട്ടാനുള്ള ആളുകളെ തയ്യാറാക്കാന്നുള്ളത്. അതിനുള്ള ശ്രമങ്ങളാണ് വേണ്ടത്. അതിനാണ് സ്കിൽ ഡെവലപ്മെൻറ്റും ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഒക്കെ വന്നുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് അവരുടെ ഇൻകം കൂട്ടാന്നല്ലാതെ ഇതൊരു പഴയ കഥയാണ്. ഈ ഒരു അപ്രോച്ച് ശരിയല്ല. ഇറ്റ് ഹാസ് ടു ബി ചേഞ്ച്ഡ്. അത് പണ്ട് കാലത്ത് ആ ഒരു അവസ്ഥ നമ്മൾ സംസാരിക്കരുത്. തീർച്ചയായിട്ടും ആർക്ക് വേണോ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ മുന്നിലേക്ക് വരാൻ കഴിയും. എല്ലാവർക്കും കഴിയുന്നില്ല. യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം, യു ഹാവ് ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. എന്നാലും മാത്രമേ ആവുള്ളൂ. ഇത് ഈ എന്റർപ്രണേക്കാളും ബുദ്ധിയുള്ള വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളുണ്ടാവും തീർച്ചയായിട്ടും. പക്ഷെ അത് പറഞ്ഞാൽ ആ സമയത്ത് ആ സ്ഥലത്ത് ഉണ്ടായി അതിനുവേണ്ടി കഠിന യത്നം നടത്തുകയും ചെയ്തു. നമ്മൾ കാണുന്ന ഒരു മുതലാളി കാണുമ്പം ഒരു 25 ആളുകൾ അദ്ദേഹത്തെ പോലെ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ആളുകൾ തീർച്ചയായിട്ടും നമ്മളത് കാണുന്നില്ല. നമ്മളാദ്യം സക്സസ് സ്റ്റോറീസേ കാണുന്നു. ഒരാൾ ഒരു യൂസുഫ് അലിയോ ഒരു ഡോക്ടേഴ്സോ ഉണ്ടെങ്കിൽ അതുപോലുള്ള 19 പേര് വേറെ ശ്രമിച്ചിട്ടുണ്ടാവും, അതേ ലെവലിൽ ട്രൈ ചെയ്തിട്ടുണ്ടാവും, അതേ ഇൻഡസ്ട്രി ട്രൈ ചെയ്തിട്ടുണ്ടാവും. അവരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇത് ഇവരുടെ എന്റർപ്രണർഷിപ്പും ഇവരുടെ സ്കില്ലും തന്നെ. ഇങ്ങനെ ആരെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സക്സസ് ആണ്, അവരുടെ കഴിവാണ്. അത് നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ നോർക്കയുടെ ഡയറക്ടർ ആണല്ലോ. അപ്പൊ നോർക്കയും ഇതിനോടൊപ്പം മാറണം എന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചത് സൂചിപ്പിച്ചുണ്ട്. എന്ത് തരം മാറ്റമാണ് നോർക്കയ്ക്ക് വരേണ്ടതെന്നാണ്? അല്ല, ഇത് നോർക്ക എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് നോർക്ക ഹാസ് ടു ഡു എ ബ്രെയിൻ സ്റ്റോമിങ്. നോർക്കക്ക് അറിയാം പ്രശ്നങ്ങൾ. നമ്മളിപ്പം അതിൻ്റെ സങ്കീർണതയും അതിൻ്റെ പുതിയ ഡൈനാമിക്സും നോർക്കക്കും അറിയാം. അല്ല, പലപ്പോഴും ആൾക്കാർ പറയാനുള്ള ഈ റിക്രൂട്ട്മെന്റിലുള്ള തട്ടിപ്പുകളാണല്ലോ പ്രധാനമായിട്ടും ആൾക്കാർ പൊക്കിക്കൊണ്ട് വന്നിട്ട് നോർക്ക എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത്. ആ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് മുഖ്യമന്ത്രി പറഞ്ഞൊരു ഡയലോഗാണ്. UK-യിലെ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, എന്നെ പറ്റിച്ചോളൂ എന്ന് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ അവയർനെസ് കൊടുക്കുന്നുണ്ട്. എക്സാക്ട്ലി ഇല്ലേ, അതാണ് സത്യം. ഇന്നും UAE-യിലൊക്കെ അങ്ങനെ സംഭവങ്ങളുണ്ട്. പക്ഷെ ഇത് ഇവരൊക്കെ സ്വന്തം തൊട്ടുള്ള വീട്ടിൽ പോലും അന്വേഷിക്കൂല. ഇത് പോകുന്നത് രഹസ്യമായിട്ട് എന്നിട്ട് പൈസ കൊടുത്ത്, കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും പോയി കഴിയുമെന്നെല്ലാം പേടിച്ചിട്ട് ഇതിൻ്റെ ഒരു വാലിഡേഷൻ നടത്താതെ പല ആളുകളും പോകുന്നത് വളരെ ഖേദകരം. എന്നിട്ട് അവിടെ പോയിട്ട് പെടുകയാണ്, സ്ത്രീകളടക്കം. അത് വലിയ എന്ന് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമുക്കൊക്കെ കോള് കിട്ടും, ഇന്ന പോലെ ഒരാളുണ്ട്, ഇതൊന്ന് ശരിയാക്കണം. അത് ശരിയാണ്, നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യാം. പക്ഷെ ഒരു വിദേശ രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങൾക്കനുസരിച്ചല്ലാതെ നോർക്ക ഇസ് നോട്ട് ഈവൺ എ റെക്കഗ്നൈസ്ഡ് എൻറ്റിറ്റി ഇൻ എനി ഓഫ് ദീസ് കൺട്രീസ് അല്ലേ. ഇന്ത്യൻ എംബസി മുഖാന്തരം എല്ലാം ചെയ്യാൻ കഴിയില്ല. അവർക്ക് അവരുടെ പരിമിതികളുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് ആയിരിക്കണം. അല്ലെ നോർക്ക എന്താ ഇത് ചെയ്യാത്ത, അവരവിടെ സ്ക്രീനിച്ചിട്ടുണ്ട് പറഞ്ഞാൽ നോർക്കൊക്കെ അതിൻ്റെ പരിമിതിയുണ്ട്. അല്ല, ഇതിപ്പോ നമുക്ക് നോർക്കയ്ക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. നമുക്ക് കുറച്ച് അവയർനെസ് ചില കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കേണ്ടതുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഈ അടുത്ത സമയത്ത് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഫാമിലി ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ്. പോലീസ് കേസൊക്കെ അതിന് ശേഷമാണ് നമ്മൾ വിളിക്കുന്നത്. UK-യിലെ തന്നെ ഒരു കാര്യമാണ്. ഈ നമ്മളിവിടെ ഭാര്യ ഭർത്താവ് വഴക്കൂടുന്നത് അടികൂടുന്നതൊക്കെ ഒരു സ്വാഭാവികമാണ്. വിദേശ രാജ്യത്ത് വന്നിട്ട് ഇതേ ആറ്റിറ്റ്യൂഡിൽ പെരുമാറിക്കഴിഞ്ഞാൽ ക്രിമിനൽ റെക്കോർഡാണ്, അത് ക്രിമിനൽ ഒഫൻസാണ്. ഇത്തരം കാര്യങ്ങളിൽ ഒരു അവയർനെസ് കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം ഇപ്പോൾ ഒരു അവസ്ഥ അവിടെ നടന്നിരിക്കുന്നത്, ഒരു സ്ത്രീ ഇറങ്ങി ഓടുകയും ഭർത്താവ് പിറക്കെ പോയി ഉപദ്രവിക്കുകയും ചെയ്ത് അടുത്ത വീട്ടുകാർ പോലീസിനെ വിളിക്കുകയും അദ്ദേഹത്തിന് ജയിലിൽ പിടിച്ചിടുകയും ചെയ്തിരിക്കുകയാണ്. ഇവർ എത്ര മാപ്പ് പറഞ്ഞിട്ടും അവരെ വിടുന്നില്ല. അങ്ങനെ മാപ്പ് പറഞ്ഞ് വിടത്തില്ല. അത് അവർ ക്രിമിനൽ റെക്കോർഡാക്കുകയും ആ ഏരിയയിൽ വരാൻ പറ്റാത്ത രീതിയിലാക്കി. അങ്ങനെയുള്ള പല രാജ്യങ്ങളിലുള്ള വ്യത്യസ്തമായ റൂൾസ് ഈ വരുന്നവർ ഒന്ന് അറിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള ഇതിനുള്ള പ്രധാന പങ്ക് വഹിക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഇപ്പം ഒരു ഭാര്യയും ഭർത്താവും ഒന്നിച്ചു പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം. അല്ലെങ്കിൽ പലപ്പോഴും ഭർത്താവ് അവിടെ പോയി അവിടുത്തെ നിയമമൊക്കെ മനസ്സിലാക്കി എന്നിട്ടാണ്
ഭാര്യയെ കൊണ്ടുവരുന്നത്. അല്ല, യൂറോപ്പിലെ അവസ്ഥ വേറെയാണ്. ഭാര്യയാണ് ആദ്യം പോകുന്നത്. ഭാര്യ ആദ്യം പോകുന്നത്. അപ്പോൾ അവർക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആ വ്യക്തിയുടെ കൂടി ഇതാണ്. ഇതിപ്പോ ഇപ്പോഴത്തെ സാംസ്കാരിക സ്ഥിതി വെച്ചിട്ട് ഭാര്യ അവിടെ പോയി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഭാര്യയ്ക്ക് പറയാൻ പറ്റുമോ ഇങ്ങനെയാണ് ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ പ്രശ്നം. അപ്പം നമ്മള് ഇപ്പൊ വളരെ ഇതായ പ്രശസ്തമായിട്ടുള്ള കേസായില്ലേ, ആ എംബസിയിലോ മറ്റുള്ളൊരു സ്ത്രീയെ കൊച്ചിനെ സ്വന്തം റൂമിൽ കിടത്തതിന് നോർവേയിലോ എവിടെയല്ലേ കുഴപ്പമില്ല. അപ്പോൾ അതാത് രാജ്യത്തുള്ള ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഓരോ രാജ്യത്തുള്ളയും നിയമങ്ങളും അത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്, നോർക്ക പോലും അല്ല. കാരണം കേരളത്തിൽ നിന്ന് മാത്രമല്ല ആളുകൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ശരിക്ക് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനും അവർക്കുമാണ്. അവർ എന്നിട്ട് നോർക്ക പോലുള്ള സംസ്ഥാനത്തെ നോർക്കയോട് പറയും നിങ്ങളിത് ചെയ്യൂ. അവരതിന് ഫണ്ട് കൊടുത്തിട്ട് ചെയ്യിക്കേണ്ട കാര്യം. കേന്ദ്ര സർക്കാർ ഇതിൽ ഒരു താല്പര്യമില്ലാതെ കാണിക്കാത്ത, ഇന്ത്യയിൽ ഇത്രയധികം ഇൻവേർഡ് റെമിറ്റൻസ് വരുന്ന രാജ്യം ലോകത്തെവിടെ ഇല്ല. എന്നിട്ട് ആ ആളുകൾക്കുള്ള ബേസിക് ഇതുപോലുള്ള ഇൻഫർമേഷൻ പോലും കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല. അതിനൊരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അത്രയും നമുക്കൊക്കെ അനുഭവം. നമ്മൾ ഈ ഫ്ലഡിൻ്റെ സമയത്തൊക്കെ ചെയ്ത സമയത്ത് കോവിഡിൻ്റെ സമയത്ത് ചെയ്തപ്പോൾ അന്ന് ഇന്ത്യൻ കോൺസുൽ ജനറലും ഇന്ത്യൻ അംബാസഡർ പറയും, വി വിഷ് എവറി സ്റ്റേറ്റ് ഹാഡ് എ സെറ്റപ്പ് ലൈക്ക് യുവേഴ്സ് എന്നാ പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഫാർ അഹെഡാണ്. ഇത് ഈ മറ്റേ കാര്യം കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതാണ്. അത് അവർ കുറ്റകരമായ അനാസ്ഥയ കാര്യത്തിൽ കാണിക്കുന്നത്. ഏതായാലും നമുക്ക് ഇത്രയും പ്രവാസ ജീവിതത്തിൽ ആൾക്കാരുടെ എണ്ണം കൂടി വരുന്ന സ്ഥിതിക്ക് നോർക്കയെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ളൊരു അവയർനെസ് കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. കാരണം പല സ്ഥലത്തും ഈ അടുത്ത സമയത്തായിട്ട് പല പല കേസുകളിൽ ചെന്ന് പെടുന്ന ചെറിയ സില്ലി കാര്യങ്ങളായിരിക്കും, പക്ഷെ അവിടുത്തെ നിയമം ഇതും കൂടി നോർക്കൊന്നും നോർക്കയുടെ ഡിസ്പോസൽ നിയമങ്ങളൊക്കെ ഇല്ല. ഇവിടെയാണ് ശ്രീകുമാറിൻ്റെയും എന്നെയും അതുപോലുള്ള പ്രവാസികളായിട്ടുള്ള ആളുകളുടെ ഇൻപുട്ട് നോർക്കൊക്കെ ആവശ്യം. എന്നിട്ട് ആ വെബ്സൈറ്റിലോട്ട് ഇട്ടാൽ മതി. ഇന്ന ഡൂസ് ആൻഡ് ഡു നോട്ട്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഇടാവുന്നതേ ഉള്ളൂ. അത് വളരെ സിമ്പിളാണ്. അത് നമുക്ക് വേണമെന്ന് നമുക്ക് കേരള സഭ കഴിഞ്ഞുകൊണ്ടുള്ള ചർച്ചകളിൽ അത് കൊണ്ടുവരികയും നമുക്ക് ഈ ഒരു കാര്യം സജീവമായിട്ട് അത് പരിഗണിക്കണമെന്ന് പറയും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കടക്കും. തീർച്ചയായിട്ടും ഓരോ രാജ്യത്തുണ്ടാവുന്ന നിയമങ്ങൾ, വിശേഷിച്ച് ഈ ഫാമിലി അഫയേഴ്സിലുണ്ടാവുന്ന നിയമങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഒരു മരുന്നുകൾ നമ്മൾ ചില രാജ്യങ്ങളിൽ ഇവിടെ ആക്സെപ്റ്റബിൾ ആയിരിക്കും ചില ഡ്രഗ്സ്, ചില സ്ഥലത്ത് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഒരു കോംപ്രഹെൻസീവ് ലിസ്റ്റ് വേണം. അതിൽ കേന്ദ്ര സർക്കാർ തന്നെ കഴിയണം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പരിമിതമായ റിസോഴ്സസും ഇപ്പോൾ അതായത് എംബസീസ് നോട്ടിഫൈ ചെയ്യണം. എംബസീസ് വിൽ നോട്ട് നോട്ടിഫൈ ഗവൺമെൻറ് ഓഫ് കേരള, ഇറ്റ് വിൽ നോട്ടിഫൈ എംബസീസ്. ഇപ്പോൾ ചേഞ്ചസ് ലോ വരെ, അപ്പോൾ നമ്മളൊരു നിയമമൊക്കെ ഉണ്ടാക്കി അതിന് ശേഷം ചേഞ്ച് ഓഫ് ലോ വരുന്നത്. ഹൂ ഷുഡ് റിപ്പോർട്ട് ഇറ്റ്? ദി ഇന്ത്യൻ മിഷൻ ഷുഡ് റിപ്പോർട്ട് ഇറ്റ് ടു മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ, വിച്ച് ഷുഡ് ദെൻ പെർക്കുലേറ്റ് ഇറ്റ് ടു ബിലോ ലെവൽസ്. അതൊന്നും ഉണ്ടാവുന്നില്ല. അല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് 103 രാജ്യങ്ങളിലുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് പങ്കെടുക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കാൻ ഓരോ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് കൂടി കുറച്ച് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. അല്ല, അതൊക്കെ ചെയ്യാം. അത് ചെയ്തുകൊണ്ട് തന്നെ നോർക്കൊക്കെ അതിൻ്റെ വെബ്സൈറ്റിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ പറയുന്നത് ഒരു വിശാലമായ അടിസ്ഥാനത്തിൽ ഇതിന്റെ അപ്രോച്ച് ഷുഡ് ബി ഡിഫറെന്റ്. അത് സെൻട്രൽ ഗവൺമെന്റ് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം ഈ OCI കാർഡ് ഹോൾഡേഴ്സ് എന്നൊക്കെ പറയുന്നത് ഒരു അനുദിനം നിയമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അല്ല, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ വിദേശത്ത് പോകുന്നതും ഈ OCI കാർഡ് ഹോൾഡേഴ്സ് ആയി മാറുന്നതും ജീവിത സാഹചര്യങ്ങളാണ്. അത് മനസ്സിലാക്കി അത് എന്ന് വിചാരിച്ചിട്ട് നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാ പ്രവാസികളും ഇവിടുത്തെ കേരളം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്. എക്സാക്ട്ലി. അല്ല, ഇത് ഒന്നും കൂടി ഞാൻ പറയട്ടെ. ഇപ്പം വിദേശത്ത് പാസ്പോർട്ട് എടുത്ത ആളുകളടക്കം ജർമ്മനി ആയാലും US ആയാലും UK, അവർക്കൊക്കെ ഡുവൽ സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ പാസ്പോർട്ട് കൂടി വെക്കാനുള്ള അവസരം കൊടുത്തിരുന്നെങ്കിൽ
they would not throw away Indian passport. Why should they throw away the Indian passport? ഒരിക്കലും ചെയ്യത്തില്ല. ഇപ്പം നമ്മളിൽ എനിക്കറിയുന്ന കുറേ ആളുകളുണ്ട്, ഞാനടക്കമുള്ള ആളുകൾ വിദേശ പാസ്പോർട്ട് എടുക്കാതിരിക്കാൻ കാരണം എനിക്ക് എൻ്റെ ഇന്ത്യൻ പാസ്പോർട്ടാണ് എനിക്ക് ഏറ്റവും ഇതായിട്ടുള്ളത്. അത് വിട്ടിട്ട് എനിക്ക് വേറൊരു പാസ്പോർട്ട് എടുക്കാൻ അതിന് അവസരം ഇല്ലായിട്ടില്ല. അത് വേണ്ട എന്നുള്ളതുകൊണ്ടാണ്. കാരണം എനിക്ക് ഐ എം എൻ ഇന്ത്യൻ. ആ ഒരു പഴയ സമയത്ത് മറ്റുള്ളവർക്ക് അവർക്ക് അവിടെ ജോലി നിൽക്കണമെങ്കിലും അവിടെ സെറ്റിൽ ചെയ്യണമെങ്കിലും ഒക്കെ അവിടുത്തെ പാസ്പോർട്ട് ഇല്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല. അപ്പോൾ ഇത് ഒരു OC ഒന്നുമില്ലാതെ എത്ര രാജ്യങ്ങൾ ഡുവൽ സിറ്റിസൺഷിപ്പ് അനുവദിക്കുന്നു, ഡുവൽ പാസ്പോർട്ട് അനുവദിക്കുന്നു, ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഏതായാലും ഇത്തരം നമ്മുടെ നോർക്ക പോലെയുള്ള സംരംഭങ്ങൾ വഴി നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ പ്രഷർ ചെലുത്താനുള്ള ഒരു യൂണിറ്റി എങ്കിലും ഉണ്ടല്ലോ. ഉണ്ട്, അതാണ് സത്യം. അപ്പൊ അത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് മുമ്പോട്ട് പോയിട്ട് പ്രവാസി മലയാളികൾക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഓരോ സ്ഥലത്തുമുള്ള ആൾക്കാരുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. അത് മനസ്സിലാക്കി അവരെല്ലാം സഹായിക്കാനായിട്ട് നോർക്കയ്ക്കും താങ്കളെ പോലെയുള്ള ഇതിന്റെ ഡയറക്ടേഴ്സിനും നമുക്കൊക്കെ കൂട്ടായിട്ട് ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നു. ഇനിയിപ്പോൾ ഈ മാറുന്ന പ്രവാസത്തിൽ ഒരു വ്യത്യാസം കൂടി വരുത്തണമെങ്കിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ചർച്ച അവസാനിക്കും. മാറുന്ന പ്രവാസത്തിൽ അത് ഏറ്റവും വലിയ ഇത് ഞാൻ കാണുന്ന വെച്ചാൽ ഈ പ്രവാസത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ അവരൊക്കെ തിരിച്ചു വരുന്ന ആ മാനസികാവസ്ഥയിലുള്ള ആളുകളാണ് ഇന്നും. സെക്കൻഡ് തേർഡ് ജനറേഷൻ അത് കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരം അവിടെ എത്തിക്കേണ്ടിയിട്ട് ഇപ്പം കേരള സർക്കാർ മലയാളം മിഷൻ അതുപോലുള്ള കാര്യങ്ങൾ ലോകത്തെമ്പാടും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്കാരം അവിടെ നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം നമ്മൾ ഈ ഡുവൽ പാസ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഹാവ് എ പാരഡൈം ഷിഫ്റ്റ്. അത് നമ്മുടെ ഇന്ത്യയുടെ നമ്മൾ കേരളത്തെ മാത്രം സംയോജിതമായിട്ടാണല്ല, ഇന്ത്യയുടെ തന്നെ സാമ്പത്തിക അവസ്ഥയെ ഇതിലും എത്രയോ ഇരട്ടി നന്നാക്കും. കാരണം ഈ OCIക്കാരുടെ ഉറപ്പില്ല ഇതെന്താവാൻ. ഞാൻ ഇന്ത്യൻ പൗരൻ തന്നെയാണെന്ന് പറയുമ്പം മേ ബി യു ഡോണ്ട് വോണ്ട് ടു ഗിവ് ഹിം വോട്ടേഴ്സ് റൈറ്റ്, അത് കൊടുക്കണ്ട. പക്ഷെ അതില്ലെങ്കിലും ഇതൊരു വലിയ കാര്യമായിരിക്കും. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ പരിമിതി നോക്കുമ്പോൾ നമുക്കിവിടെ എല്ലാവർക്കും ജോലിയൊന്നും കൊടുക്കാൻ കഴിയില്ല. നമുക്ക് പ്രവാസം നമ്മളുടെ സാമൂഹ്യ സാമ്പത്തിക ഇതിൻ്റെ ഒരു വലിയ അത് ഒരു ഇൻവേരിയബിൾ ഫാക്ടറാണ്. അപ്പോൾ ആ ഫാക്ടറിന് അതിനെ എങ്ങനെ എൻറിച്ച് ചെയ്യാം, അതിൽ നമ്മളിങ്ങനെ സ്കില്ലൊന്നും വേണ്ട, ഭാഷ പോലും ശരിക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഏതായാലും താങ്കളുടെ മിഡിൽ ഈസ്റ്റിലെ പ്രവർത്തനങ്ങൾ ഞാൻ വളരെ നോക്കി കാണുന്ന ഒരാളാണ്. ഇപ്പോൾ തന്നെ നിമിഷ കേസിലൊക്കെ ഇടപെട്ടിട്ട് ചെയ്യുന്നത് വളരെ പ്രശംസനീയമാണ്. അവരുടെ രക്ഷ ഉടനെ നടക്കട്ടെ. നമ്മളൊക്കെ കൂട്ടായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് അത് നടക്കട്ടെ എന്നുള്ളത്. നമുക്ക് നിമിഷയെ തിരിച്ച് നമ്മുടെ മണ്ണിലേക്ക് കൊണ്ടുവരണം. അതിനുള്ള ശ്രമത്തിലാണ് നമ്മളെല്ലാവരും. നിങ്ങളും അതിൻ്റെ ഭാഗമാണെന്ന് അറിയാം. ഏതായാലും പ്രവാസി മലയാളികൾക്ക് വേണ്ടി താങ്കൾ ചെയ്തു തരുന്ന പ്രവർത്തനത്തെ അനുമോദിക്കുന്നതിനോടൊപ്പം ഇന്നത്തെ ഈ ചർച്ചയിൽ ഞങ്ങളോടൊപ്പം വന്ന് ഈ പ്രവാസി മലയാളികൾക്ക് വേണ്ടി ഇത്രയും എൻ്റെ മനസ്സ് തുറക്കാനുള്ള അവസരം തന്നതിന് നന്ദി. ഓക്കെ, താങ്ക് യു.